സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണ്? ഒരുപാട് നിങ്ങൾ പറയും അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം സയൻസ് സബ്ജക്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്ട്സ് ആയിരിക്കാം, സോഷ്യൽ ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് പറയും. ഇനി പാടുള്ള സബ്ജക്ട്സ് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് കോമൺ സബ്ജക്ട്സ് കാണാം. ഫിസിക്സ്, കെമിസ്ട്രി, എസ്പെഷ്യലി മാത്സ്. എന്തുകൊണ്ടാണ് മാത്സ് എല്ലാവർക്കും ഇത്രയും പാട്? ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈസി ആണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തു. എല്ലാവരും സപ്പോർട്ടിന് വളരെ നന്ദി. ഇനിയിപ്പോൾ നമുക്ക് മാത്സ് ക്ലാസ്സിലേക്ക് പോകാം. +1 മാത്സ് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? മാത്സിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മാത്സ് ഇത്രയും ബുദ്ധിമുട്ട്? ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഇന്ത്യയിൽ ഒരു സർവേ നടന്നു. ആ സർവേ നടന്നത് മാത്സിനെ കുറിച്ചാണ്. 95 സ്റ്റുഡൻസ് പറഞ്ഞു ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആണ്. ബാക്കി 5% എന്താണ്? ആ 5% സ്റ്റുഡൻസ് പറഞ്ഞത് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് മാത്സ് ആണെന്നാണ്. അതെന്തായാലും കാരണം 95% കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട് 5% സ്റ്റുഡൻസിനും ഭയങ്കര എളുപ്പം, ഏറ്റവും എളുപ്പം മാത്സ് ആണെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് മറ്റുള്ള സബ്ജക്ട്സിനെക്കാട്ടിലും മാർക്ക് മാത്സിനാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ട്രിക്ക് കാണുമല്ലോ. ഒരു ട്രിക്കും ഇല്ലാതെ എങ്ങനെ മാത്സിന് മാത്രം മാർക്ക് വാങ്ങിച്ചു? ഇപ്പൊ മാത്സിന് മാത്രം മാർക്ക് വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ട്രിക്ക് അവർ കൊണ്ടു നടക്കുന്നതായിരിക്കും. ആ ട്രിക്കിനെ കുറിച്ചും അത് വെച്ച് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അവർ പറയുന്ന ട്രിക്ക് എന്ന് പറയുന്നത് സോർട്ട് ഔട്ട് മെത്തേഡ്. അതായത് ഓരോന്നിന്റെയും പ്രത്യേകത അനുസരിച്ച് ക്വസ്റ്റ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങൾ തന്നെ സ്കൂളിൽ ഇപ്പൊ 10th കഴിഞ്ഞാൽ വന്നവരാണ് നിങ്ങൾ 10th പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നില്ല. ടീച്ചർ ഒരു മെത്തേഡ് പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടീച്ചർ തന്നു, അത് നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നു, അത് മനസ്സിലാക്കി, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ മെത്തേഡ് നമ്മൾ ചെയ്ത് ഇങ്ങനെ കാര്യമായിട്ട് പോകുമ്പോൾ ടീച്ചർ പറയും ഇത് അതേ മെത്തേഡ് അല്ല, ഇത് വേറെ മെത്തേഡ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ടീച്ചർ തന്നു, നമ്മളത് ചെയ്യുന്നു. നമ്മളെ കുറച്ചുകൂടെ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടീച്ചർ ബോഡി ക്വസ്റ്റ്യൻ ചെയ്തതിന് എല്ലാവരെക്കാട്ടിലും മുമ്പേ നമ്മൾ ചെയ്ത് കഴിയണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യും? നമ്മൾ ആ ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെയെങ്കിലും ചെയ്ത് ടീച്ചറിന്റെ ആൻസർ എത്തി ടീച്ചർ പറയും ഇത് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യന്റെ ആ മെത്തേഡാണ്, സെക്കൻഡ് ചെയ്ത മെത്തേഡ് അല്ല. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരും ടീച്ചർ പറയും ഇത് ഫസ്റ്റത്തെയാണ്, ഇത് സെക്കൻഡ് മോഡലാണ്, പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു മോഡലാക്കി പോയി. അതായത് ഒരേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒരു മോഡൽ, അത് ആദ്യം കുറച്ച് 5 ചെയ്തിട്ട് അടുത്ത വ്യത്യസ്ത മോഡലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത 5 അടുത്തത്, അങ്ങനെ ഓർഡർ ചെയ്ത് എളുപ്പമായിരിക്കത്തില്ലേ? പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ഒന്നും അങ്ങനെയല്ല. ഇപ്പൊ +1 ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും 10th ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ +2 ഡിഗ്രിയോ ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഓർഡറേ അല്ല. അപ്പൊ ഈ ഓർഡർ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആ ഓർഡർ ഞാൻ നിങ്ങൾക്ക് ആക്കി തരാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള ഓർഡർ ബേസിൽ ഞാൻ നിങ്ങൾക്ക് ആക്കി തരാം. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ന്യൂ മെത്തേഡ്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അങ്ങനെ ന്യൂ മെത്തേഡ് വഴി ഓർഡർ ആക്കുമ്പോൾ നിങ്ങൾ തന്നെ ടെക്സ്റ്റ് എടുത്ത് നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന സെയിം ഓർഡറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്നും ഒരിക്കലും ആയിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. ചില സമയത്ത് സെയിം ഓർഡർ വരും, പക്ഷെ ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരു 1% സെയിം ഓർഡറിൽ വരുമായിരിക്കും, പക്ഷെ ബാക്കി 99% ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ ഡിഫറെന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം സെറ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ 10th ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, സമാന്തര ശ്രേണി. അപ്പോൾ അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത്, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്ത് പഠിച്ചായിരുന്നു? ഒരു സീക്വൻസ് പഠിച്ചായിരുന്നു. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സിന്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഡാറ്റാസിന്റെ ഒരു കൂട്ടം, അതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു സീക്വൻസ് ഉണ്ട്. ഇനി സീക്വൻസ് എപ്പോഴാണ് സെറ്റ് ആയിട്ട് മാറുന്നത്? അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ ഇരിക്കുന്നത്. എന്താണ് സെറ്റ്? ഡെഫിനേഷൻ ഓഫ് സെറ്റ്, അതാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പൊ സീക്വൻസ് എങ്ങനെ സെറ്റ് ആയിട്ട് മാറും? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ്, ഈ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 10 ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 5 ക്രിക്കറ്റേഴ്സിന് പേര് പറയാം. അപ്പൊ നിങ്ങൾ ക്രിക്കറ്റേഴ്സിന്റെ പേരൊക്കെ പറയും, പക്ഷെ എല്ലാവരും ഒരേ പേരുകളായിരിക്കും പറയുന്നത്. 5 ക്രിക്കറ്റേഴ്സിന്റെ പേര് പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ഏറ്റവും ഇഷ്ടം സച്ചിൻ ആയിരിക്കും, ചിലർക്ക് ഏറ്റവും ഇഷ്ടം ഗാംഗുലി ആയിരിക്കും, ചിലർക്ക് ഇഷ്ടം വേറെ ആരെങ്കിലും, അതായത് ധോണിയോ വിരാട് കോഹ്ലിയോ, അങ്ങനെ ഓരോരുത്തരും ഓരോ പേരുകളായിരിക്കും പറയുന്നത്. ഓർഡർ വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തർ ഈ 5 പേരെന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോരുത്തരും പറയുന്ന 5 പേര് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവരും ഈ ഒരേ 5 പേരായിരിക്കും പറയുന്നത്? അല്ലേ? നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ വേൾഡ് വൈഡ് നോക്കുമ്പോഴോ
ഇപ്പൊ ഞാൻ നേരെ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് 5 ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേര് പറയാൻ ചോദിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ നാട്ടിലോ അവർക്ക് ഇഷ്ടപ്പെട്ടതോ, പാകിസ്ഥാനിൽ പോകണമെങ്കിൽ പാകിസ്ഥാൻ ആയിട്ടുള്ള, അതായത് പാകിസ്ഥാനി ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരായിരിക്കും പറയുന്നത്. ഓസ്ട്രേലിയയിൽ പോവാണെങ്കിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരായിരിക്കും അവര് പറയുന്നത്. അപ്പൊ എല്ലാരും അത് അംഗീകരിക്കുന്നുണ്ടോ? ഈ 5 പേര്, നമ്മൾ പറയുന്ന 5 പേര് എല്ലാരും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാരും അംഗീകരിച്ച് ഒരേ 5 പേര് പറയുകയാണെങ്കിൽ അതിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് മീൻസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റാസ് ഓർ സീക്വൻസ്. സെറ്റ് ആവണമെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആവണം. വെൽ ഡിഫൈൻഡ് മീൻസ് എല്ലാവരും അത് അംഗീകരിക്കണം. പേഴ്സൺ ടു പേഴ്സൺ അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ എടുക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം 1 2 3 4 5 6 7 8 9 10. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സെട്രാ കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനൊരു സെറ്റ് പറയുകയാണ്. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അതിപ്പോ കേരളത്തിലുള്ള കുട്ടിയോട് ചോദിക്കുകയാണ്. കുട്ടി ഏതൊക്കെ പറയാം? 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5. 6ന് താഴെ 5 വരെയല്ലേ ഉള്ളൂ. 1 2 3 4 5. ഇതായിരിക്കും 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. ഇനി തമിഴ്നാട്ടിൽ പോയി ഒരു കുട്ടിയോട് ചോദിച്ചാലോ സെയിം തന്നെയല്ലേ പറയുള്ളൂ, അല്ലേ? ഇനി ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു കുട്ടിയോട് ചോദിച്ചാലോ ആ കുട്ടിയും സെയിം തന്നെ പറയത്തുള്ളൂ. 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പർ ഇനി ഓസ്ട്രേലിയയിൽ പോയാലും അമേരിക്കയിൽ പോയാലും വേറെ പാകിസ്ഥാനിൽ പോയാലും വേറെ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 അത്രയേ ഉള്ളൂ. അത് ചേഞ്ച് ആവത്തില്ല. പേഴ്സൺ ടു പേഴ്സൺ, പ്ലേസ് ടു പ്ലേസ് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അങ്ങനെ ചേഞ്ച് ആവാത്തതാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയാൽ മാത്രമേ അതിന് സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയാം. മോസ്റ്റ് ക്രൂവൽ ആനിമൽസ് ഓർ മോസ്റ്റ് ഡേഞ്ചറസ് 5 ആനിമൽസ് ഇൻ ദ വേൾഡ്. എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്? ഇല്ല. അപ്പൊ ബോയ്സ് പറയുന്നത് ചിലപ്പോൾ ലയൺ, ടൈഗർ അങ്ങനെയുള്ള പേര് പറയും. ഗേൾസ് പറയും ലിസാർഡ്, അതായത് പല്ലി, പാറ്റ, എലി, എനിക്കിതിനെയൊക്കെയാണ് പേടി. അങ്ങനെ പറയുന്ന ആൾക്കാർ പേഴ്സൺ ടു പേഴ്സൺ അത് ചേഞ്ച് ആവുന്നു. പക്ഷെ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. സെറ്റ് ഓഫ് മന്ത്സ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ജെ. ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങളുടെ പേര് ഏതൊക്കെ വരും? ജനുവരി വരും, ജൂൺ വരും, ജൂലൈ വരും. വേറെ എന്തെങ്കിലും വരാറുണ്ടോ? ഇല്ല. എന്റെ ഓർമ്മയിൽ 3 ഉള്ളൂ. നിങ്ങളുടെ ഓർമ്മയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചേർക്കുക. അപ്പോൾ ജനുവരി, ജൂൺ, ജൂലൈ 3 മന്തേ ഉള്ളൂ. ഇതൊക്കെ എവിടെയൊക്കെ പോയാലും ലോകം മൊത്തം പോയാലും എന്ത് ചെയ്യും? ഇത് വെൽ ഡിഫൈൻഡ് ആണ്. എല്ലാവരും ഈ 3 മാസം മാത്രമേ പറയത്തുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എ സെറ്റ്. എവിടെ പോയാലും അത് ചേഞ്ച് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഓർഡറിൽ എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലേക്ക് പോയാലോ? സോ 2 ടോപ്പിക്സ് ആണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിനെ കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോ ടെക്സ്റ്റിലെ പ്രോബ്ലംസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1.1 എന്ന് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ. ഇതിനു മുമ്പ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. നമ്മളതൊന്നും ഇപ്പോഴല്ല ചെയ്യുന്നത്. നമ്മൾ ഓർഡർ അനുസരിച്ച് സിമ്പിളിൽ നിന്ന് കുറച്ചുകൂടി ടഫിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് സെറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. ജെ വെച്ച് ബിഗിനിങ് ചെയ്യുന്ന ഒരു ഇയറിലെ എല്ലാ മന്തിൻ്റെയും പേര് നമുക്കറിയാം. ജെ വെച്ച് ബിഗിനിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജനുവരിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിനകത്ത് വന്നിരിക്കുന്ന ജെ വെച്ച് തുടങ്ങിയ ഏതൊക്കെ ലെറ്റേഴ്സ് വന്നു? ജനുവരി വന്നു, ജൂൺ വന്നു, ജൂലൈ വന്നു. അപ്പോൾ ഇത് 3 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മന്ത് നമ്മൾ പറയുമോ ഒരു ഇയറിനകത്ത്? ഇതല്ലാതെ വേറെ ഏതെങ്കിലും ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് ഉണ്ടോ? ഇല്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് ഇല്ലാത്തതുകൊണ്ട് ഇത് നോൺ ആണ്. എല്ലാവർക്കും നോൺ ആയിട്ടുള്ള കാര്യമാണ്. വെൽ ഡിഫൈൻഡ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ ഇത് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഇതൊരു സെറ്റാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സിൻ്റെ പേര്. എല്ലാവരും സെയിം നെയിം ആക്കിയോ പറയുന്നത്? ഇല്ല. ചിലവർ ഹിന്ദിയിലെ റൈറ്റേഴ്സ് പറയും, ചിലവർ എന്ത് ചെയ്യും മലയാളത്തിലെ റൈറ്റേഴ്സ് പറയും, ചിലവർ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ, ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും ലാംഗ്വേജിലെ റൈറ്റേഴ്സ് പറയും. സോ ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ പേഴ്സണിനനുസരിച്ച് അതിൻ്റെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് അല്ലേ. അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് അല്ല, എല്ലാവരും അംഗീകരിക്കുന്നതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്.
അതിൽ തേർഡ് പാർട്ട് നോക്കിയേ, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻസ് ഓഫ് ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 11 ബാറ്റ്സ്മാൻമാരുടെ പേര് പറയാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒരേ പേരായിരിക്കും പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാർ പറയുമ്പോൾ എന്തായിരിക്കും, ഇന്ത്യയിലെ ബാറ്റ്സ്മാൻമാരുടെ പേര് പറയും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സിൻ്റെയൊക്കെ പേര് ചേർക്കുമായിരിക്കും. പാകിസ്ഥാൻകാർ പറയുമ്പോഴോ പാകിസ്ഥാനെ മാത്രമേ പേര് ചെയ്തു. ഓസ്ട്രേലിയക്കാർ പറയുമ്പോഴോ അവരും അവരുടെ കൺസെപ്റ്റിലുള്ള പേര് മാത്രമേ ചേർക്കത്തുള്ളൂ. ഈവൻ ഒരു ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പറയുമ്പോഴും ഓരോ പേരുകളും മാറും. ചിലർക്ക് പഴയ ആൾക്കാരായിരിക്കും, സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ തന്നെ ഗാംഗുലി, അങ്ങനെയുള്ള പഴയ ആൾക്കാരായിരിക്കും ഇഷ്ടം. പക്ഷേ ചിലർക്ക് പുതിയ ആൾക്കാരായിരിക്കും, ധോണി, വിരാട് കോഹ്ലി, അങ്ങനെയുള്ള പുതിയ ആൾക്കാർ. ഇനി കുറേ പേർക്ക് ഇപ്പോൾ വന്ന് കയറിയ കുറച്ച് ആൾക്കാരെയായിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, പേഴ്സൺ ടു പേഴ്സൺ ഇത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ നമുക്കൊരു സെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പേഴ്സൺ ടു പേഴ്സൺ ഇത് എന്ത് ചെയ്യും, വേരി ചെയ്യും. സോ ദിസ് ഈസ് നോട്ട് എ സെറ്റ്. അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ കളക്ഷൻ അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എത്രയാണെന്നും കൗണ്ടബിൾ ആണല്ലോ. ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ചോദിക്കും, നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് പേര് മാത്രമേ കാണത്തുള്ളൂ. ഇതിനകത്ത് മാറ്റം വരത്തില്ല, അതിനകത്ത് കുറച്ച് ഗേൾസ് കയറി വരത്തില്ല. സോ അതെന്താണ്, വെൽ ഡിഫൈൻഡ് ആണ്. അത് വെൽ ഡിഫൈൻഡ് ആണ്, കൗണ്ടബിളും ആണ്. സോ ഇറ്റ് ഈസ് എ സെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് സപ്പാർട്ടിലെ, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ന് താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും കളക്ഷൻ. ഇപ്പോൾ 100ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊക്കെയാണ്. 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 1 2 3 4 5 6 7 8 എക്സെട്ര 99 വരെയാണ് 100ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് എഴുതി, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. ദെൻ 100 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും കളക്ഷൻ എഴുതി. ഇതെന്താണ്, ദാസ് ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 ഈസ് നൗൺ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുപോലെ തന്നെ എന്താണ്, കൗണ്ടബിളും ആണ്. അപ്പോൾ നൗണും ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, പേഴ്സൺ ടു പേഴ്സൺ വേരിയും ചെയ്യുന്നില്ല, നമുക്ക് കൗണ്ട് ചെയ്യാനും പറ്റും. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ്. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസിൻ്റെ എല്ലാം കളക്ഷൻ. അപ്പോൾ അത് ഒരു സെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുൻഷി പ്രേംചന്ദ് എഴുതിയ കവിതയ്ക്കകത്ത് അല്ലെങ്കിൽ നോവലിനകത്ത് വേറെ ആരുടെയും കവിതകൾ വരുമോ ആ കളക്ഷനകത്ത്? ഇല്ലല്ലോ. അത് എന്താണ്, നൗൺ ആണ്, അതുപോലെ തന്നെ കൗണ്ടബിളും ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ സെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. അപ്പോൾ ഈവൻ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈവൻ ആയിട്ടുള്ള ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് -2 -1 0 1 2 3 എക്സെട്ര ആണ്. അപ്പോൾ ഈവൻ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഈവൻ ആയിട്ടുള്ള, ഈവൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇരട്ട സംഖ്യയാണ്. അതായത് ഇപ്പോൾ -2 വരാം, അതുപോലെ തന്നെ 0 വരാം, പിന്നെ 2 വരാം, 4 വരാം, 6 വരാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈവൻ ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ നമുക്ക് കൗണ്ടബിൾ ആണല്ലോ, എല്ലാവരും ഇത് തന്നെയല്ലേ പറയുന്നത്. അല്ലാതെ ആരെങ്കിലും 1 എന്ന് പറയുമോ അല്ലെങ്കിൽ 5 എന്ന് പറയുമോ? ഇല്ല, എല്ലാവരും സെയിം സെറ്റ് തന്നെയാണ് പറയുന്നത്. സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് പറയുന്നുണ്ട്. അത് വെൽ നോൺ ആണ്, അതുപോലെ തന്നെ കൗണ്ടബിൾ ആണ്. സോ ദിസ് ഈസ് എ സെറ്റ്. നെക്സ്റ്റ് അതിലെ 8th ക്വസ്റ്റ്യൻ ആണ്, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിനകത്ത് വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതെന്തായിരിക്കും, അത് നൗൺ ആയിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും, ദസ് ഇറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെറോഷ്യസ് ആയിട്ടുള്ള 10 ആനിമൽസിൻ്റെ പേര് നമ്മൾ പറയുകയാണ്. എല്ലാവരും ഒരേ പേരായിരിക്കുമോ പറയുന്നത്? അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ. ഇപ്പോൾ ബോയ്സ് പറയുന്നത് ലയൺ, ടൈഗർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഗേൾസ് പറയും അയ്യോ പല്ലി, അയ്യോ പാറ്റ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ എന്താകും, ചേഞ്ച് ആകും. പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആകുമെങ്കിൽ അതെന്താണ്, സെറ്റല്ല. ഇപ്പം നെക്സ്റ്റ് റോസ്റ്റർ ഫോം. ഇപ്പോൾ റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് നമ്പേഴ്സിനെ മൊത്തം ലിസ്റ്റ് ചെയ്ത് പറയുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6, 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? എ ഈസ് ഈക്വൽ ടു, സെറ്റിൻ്റെ സിമ്പിളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഈ ബ്രേസസ് പോലെ ഇട്ടിരിക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ബ്രാക്കറ്റാണ്, സെറ്റിൻ്റെ സിമ്പിളാണിത്. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5. 6ന് താഴെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 അല്ലേ. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിൻ്റെ സെറ്റ്. ഇപ്പോൾ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ
EIOU. അപ്പോൾ സെറ്റ് എഴുതുമ്പോൾ ഈ സിമ്പിൾ ഇട്ട് വേണം സെറ്റ് എഴുതാൻ. അതിനകത്തുള്ള വാല്യൂസ് അത് എന്താണെങ്കിലും മാക്സിമം അതെന്ത് ചെയ്യണം, സ്മോൾ ലെറ്റേഴ്സിലെ എഴുതാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓരോ എലമെൻസിനെ ഇടയ്ക്ക് ഇതിനകത്തുള്ള നമ്പേഴ്സിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ എലമെൻസിനെ ഇടയ്ക്ക് കോമ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് 1.1 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. തന്നിരിക്കുന്ന സെറ്റ് എന്ത് ചെയ്യണം, റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. അതായത് ലിസ്റ്റ് ആയിട്ട് എഴുതണം, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നായിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് എഴുതണം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? A ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ, ആ സിമ്പിളിന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ ആൻഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, -3യെക്കാട്ടിലും വലുതാണ്, അതുപോലെ തന്നെ 7നെക്കാട്ടിലും വലുതാണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? -3യും വരും, -3ക്ക് മുകളിലുള്ള ഇൻഡിജേഴ്സും വരും. എവിടം വരെ? 7ന് താഴെ വരെ, ലെസ് ദാൻ 7 വരെ. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? A ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സിമ്പിൾ ഇട്ടിട്ട് -3, -2, -1, 0, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇതെന്താണ്, നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റി. ഏത് പേഴ്സണോട് ചോദിച്ചാലും പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യത്തില്ല, സെയിം ആൻസർ തന്നെ കിട്ടും. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ സെറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഞാൻ രണ്ടാമതൊന്നും കൂടെ സെറ്റിൻ്റെ ഫോമുലയിൽ, അതായത് സെറ്റിൻ്റെ ആ റെപ്രസെൻറ്റേഷനിൽ ഇതെടുത്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഫോളോയിങ് ഇൻ റോസ്റ്റർ ഫോം. തന്നിരിക്കുന്നതിനെ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് B ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 6ന് താഴെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്താൽ B ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4, 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിൻ്റെ തേർഡ് പാർട്ട് ക്വസ്റ്റിലേക്ക് പോകാം. C ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നമ്പർ, 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു 2-digit നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 2-digit എന്ന് നമുക്കറിയാം 10 മുതൽ 99 വരെ. അപ്പോൾ അതിൻ്റെ സം നോക്കുമ്പോൾ, നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം നോക്കുമ്പോൾ എന്തെന്ന് കിട്ടും? 80 എന്ന് നമുക്ക് കിട്ടണം, അല്ല 8 എന്ന് നമുക്ക് കിട്ടണം. ഡിജിറ്റ്സിൻ്റെ സം നോക്കുമ്പോൾ 8 എന്ന് കിട്ടണം. നമുക്ക് എടുക്കാം, ആദ്യം നമുക്ക് 8ഉം 0യും ആഡ് ചെയ്യാം. അപ്പോൾ 8ഉം 0യും ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ 8ഉം 0യും വെച്ചുള്ള 2-digit നമ്പർ ഏതാണ്? 80. 1ഉം 7ഉം ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 1ഉം 7ഉം വെച്ചുള്ള 2-digit നമ്പർ എന്ന് പറയുന്നത് 17ഉം 71ഉം ആണ്. അതുപോലെ 2ഉം 6ഉം വെച്ചും 3ഉം 5ഉം വെച്ചും 4ഉം 4ഉം വെച്ച് നോക്കുക, നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 80, 17, 71, 26, 62, 35, 53 ആൻഡ് 44. അപ്പോൾ നമുക്ക് C ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 17, 26, 35, 44, 53, 62, 71 ആൻഡ് 80 എന്ന് എഴുതി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്തതിൻ്റെ ഫോർത്ത് പാർട്ട്, D ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. 60യുടെ ഡിവൈസർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് നമ്മൾ മനസ്സിലായിരിക്കും, അതുകൊണ്ട് ഡിവൈസർ ഓഫ് 60 മനസ്സിലായിരിക്കണം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് നമ്മൾ നോക്കാം, ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11, 13, 17, 19 എക്സെട്ര ആണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടർ എടുക്കുമ്പോൾ ആ നമ്പറും 1 മാത്രമേ വരാവൂ. എക്സാമ്പിൾ 5, 1 into 5 മാത്രമേ 5 എടുക്കുകയുള്ളൂ, അതായത് 1ഉം 5 ആണ് ഫാക്ടേഴ്സ്. പക്ഷേ 6 ആണെങ്കിലോ 1 into 6 6 ആണ്, 2 into 3യും 6 ആണ്. സോ ഫാക്ടേഴ്സ് 1, 3, 2, 6 എന്ന് വരും. 2 ഫാക്ടേഴ്സ് മാത്രമേ വരാവുള്ളൂ, അതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് എടുത്തു. അതിനുശേഷം ഡിവൈസ്ഡ് ഓഫ് 60. 60 ഡിവൈസ് എന്ന് പറയുമ്പോൾ 1 into 60 60 ആണ്, 2 into 30 60 ആണ്, 3 into 20 60 ആണ്, 4 into 15 60 ആണ്, 5 into 12 60 ആണ്, 6 into 10 60 ആണ്. അപ്പോൾ രണ്ടും കൂടെ കൺസിഡർ ചെയ്ത് രണ്ടിലുമുള്ള എലമെൻറ്റ്സ് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2, 3, 5 ഉണ്ട്, റൈറ്റ് സൈഡിലും 2, 3, 5 ഉണ്ട്. 6 ഇല്ലല്ലോ ലെഫ്റ്റ് സൈഡിൽ? ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? D ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3, 5. അതാണ് നമുക്ക് കിട്ടേണ്ടത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, E ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി എന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സിൻ്റെ സെറ്റ്. അപ്പോൾ ഇങ്ങനെ വേർഡിൻ്റെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല സെറ്റിനകത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ട്രിഗ്നോമെട്രിക്കകത്ത് T ഉണ്ട്, R, I, ട്രിഗോൺ വരെ റിപ്പീറ്റ് ആവുന്നില്ല. ME
മീൻ വരെ റിപ്പീറ്റ് ആവും. പിന്നെ വരുമ്പോൾ എന്താണ്, പിന്നെ മെട്രി ടി റിപ്പീറ്റ് ആവുന്നു, അപ്പോൾ ടി എഴുതാൻ പാടില്ല. ആർ റിപ്പീറ്റ് ആവുന്നു, ആർ എഴുതാൻ പാടില്ല. വൈ റിപ്പീറ്റ് ആവുന്നില്ല, സോ വൈ എഴുതാം. ഇപ്പോൾ റിപ്പീറ്റ് ആവാതെ ആ ലെറ്റേഴ്സ് എന്ത് ചെയ്യണം, എഴുതണം. അതാണ് സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റായിട്ട് എഴുതണം. വേർഡിനെ തിരിച്ചെഴുതുവാണെങ്കിൽ വലിയ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് എഴുതണം. പക്ഷേ അതെന്ത് ചെയ്യണം, റിപ്പീറ്റ് ആവാതെ തന്നെ എഴുതാം. ഒരു ലെറ്റർ എഴുതിയാൽ പിന്നീട് അത് റിപ്പീറ്റ് ആവാൻ പാടില്ല. നെക്സ്റ്റ് അതിൻ്റെ 6th ക്വസ്റ്റ്യൻ, എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്ററിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുക, റെപ്പിറ്റേഷൻ ഇല്ലാതെ, റിപ്പീറ്റ് ആവാതെ, വേരിയബിൾസ് റിപ്പീറ്റ് ആവാതെ എടുത്ത് എഴുതുക. ബി എടുത്ത് എഴുതി. അതുപോലെ എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബി ഇ ടി, പിന്നെയും ടി റിപ്പീറ്റ് ആവുന്നുണ്ട്, അപ്പോൾ ഒരു ടി മതി, ആ ടി എഴുതി. കോമ ഇ പിന്നെ റിപ്പീറ്റ് ആവുന്നത് എഴുതേണ്ട, ആർ, അത്രയും നമുക്ക് എഴുതിയാൽ മതി ബെറ്ററിൻ്റെ. നെക്സ്റ്റ് എക്സസൈസ് 1.1-ലെ 5th ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ്. എല്ലാ എലമെന്റ്സിലും ലിസ്റ്റ് ചെയ്യുക. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. 1, 3, 5, 7, 9 ഒറ്റ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിങ്ങനെ 9, 11, 13, 15, 17, 19 റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 3, 5, 7, 9 എക്സെട്ര എന്ന് ഞാൻ സെറ്റിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഒരു ഇൻറ്റിജർ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, -12-നെക്കാട്ടും വലുതാണ്, 9/2-നെക്കാട്ടിലും ചെറുതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണെന്ന് ആലോചിക്കാം. -12-നെക്കാട്ടിലും വലുത്, നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ തരുന്നത്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ -4 മുമ്പേ കുറേ ഇൻറ്റിജേഴ്സ് വരും. -4, -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര ഒരുപാട് വരും. അതിനകത്ത് -12-നെക്കാട്ടും വലുതെന്ന് പറയുമ്പോൾ 0 വരാം. 1, 2, 3, 4 വരെ വരാവുള്ളൂ. കാരണം 9/2-നെക്കാട്ടും ചെറുതാണ്. 9/2 മീൻസ് 4.5. 4-നെക്കാട്ടും ചെറുതെന്ന് പറയുമ്പോൾ 4 വരെ. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0, 1, 2, 3, 4 എന്ന് വരും. അതിലെ സി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ എക്സ് ഒരു ഇൻറ്റിജർ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. വേറൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4-നെക്കാട്ടിലും എന്താണ്, ലെസ് ദാൻ അല്ലെങ്കിൽ 4 വരണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ന്റെ സ്ക്വയർ എടുക്കാം. 1-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 തന്നെയാണ് വരുന്നത്. 4-നെക്കാളും ലെസ് ദാൻ ആണല്ലോ, അപ്പോൾ അത് ഓക്കെ, അത് വരും. -1-ന്റെ സ്ക്വയർ എടുക്കാം. -1-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 തന്നെ വരും. 4-നെക്കാളും ലെസ് ദാൻ ആണ്, അപ്പോൾ അതും ഓക്കെയാണ്. 2-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 ആണ് വരുന്നത്. 4 ഓക്കെയാണ്. ഈക്വൽ ടു 4ഉം വരാം. ഇനി -2-ന്റെ സ്ക്വയർ എടുക്കുവാണെങ്കിലും 4 ആണ് വരുന്നത്. സോ 4 അവിടെയും ഓക്കെയാണ്. 0-യുടെ സ്ക്വയർ എടുത്താലോ 0 വരും. അതും 4-നെക്കാട്ടും ചെറുതല്ലേ. സോ സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ -2, -1, 0, 1, 2 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ആണ്. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലോയൽ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോയൽ എന്ന് പറയുന്ന വേർഡിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ്, ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ആവാതെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എന്തെഴുതുക, എൽ വരും, ഒ വരും, കോമയിട്ട് വൈ, എ വരെ വരുള്ളൂ. എൽ വീണ്ടും റിപ്പീറ്റ് ആവണം, അതുകൊണ്ട് എൽ വരത്തില്ല. അപ്പോൾ LOY A വരെ വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 2. റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജർ ആണ്. ആൻഡ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 14-നെക്കാട്ടിലും ചെറുതായിരിക്കണം. അപ്പോൾ അത് റോസ്റ്റർ ഫോമിൽ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എക്സെട്ര അങ്ങനെ വരും. ഇനി നമുക്ക് ഓരോന്ന് സ്ക്വയർ എടുത്ത് നോക്കാം. 1-ന്റെ സ്ക്വയർ 1, 2-ന്റെ സ്ക്വയർ 4, 3-യുടെ സ്ക്വയർ 9, 4-ന്റെ സ്ക്വയർ 16, 5-ന്റെ സ്ക്വയർ 25, 6-ന്റെ സ്ക്വയർ 36, 7-ന്റെ സ്ക്വയർ വന്നപ്പോൾ എന്തായി, 49. നമുക്ക് 14-നെക്കാട്ടും താഴെ, അപ്പോൾ 7-ന്റെ സ്ക്വയർ അവിടെ വേണ്ട, അതാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റിനകത്താക്കി എഴുതാം. ഓക്കെ, അപ്പോൾ സെറ്റ് ആക്കുമ്പോൾ എന്ത് വരും, സെറ്റ് ഇപ്പം നമുക്ക് എ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7 വരത്തില്ല, കാരണം 7 എന്താണ്, 49 വരും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 1 ആണ്. അപ്പം ഞാൻ എന്താണ് ഈ ഓർഡറിൽ പോകുന്നത്, ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരേ മോഡലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. ടെക്സ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 1. അത് ആദ്യമേ നിങ്ങൾ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, അങ്ങനെ മിക്സഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ അവസാനമാണ്, ഈ സെക്ഷൻ്റെ അവസാനമാണ് എക്സാമ്പിൾ 1 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, കാരണം ഇതിൽ ടഫായി വരുന്ന സെക്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 1 ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. x² + x - 2 = 0. അതിനെ റോസ്റ്റർ ഫോമിലോട്ട് ആക്കണം. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഫോമിനെ റോസ്റ്റർ ഫോമിലോട്ട് ആക്കാൻ ആദ്യം എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഞാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഇതിനകത്ത് പറഞ്ഞുതരാം. അതായത് സ്ക്വയർ എന്നുള്ള വാല്യൂ വിട്ടേക്കുക, ബാക്കി എക്സും -2 ആണ് വന്നിരിക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന ഏതോ രണ്ട് നമ്പേഴ്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് അല്ലേ, അതായത് 1 + 1, ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് 1 വരുന്നത്. അതേ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് -2 വരുന്നത്. ഇതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട ഐഡിയ. നടുക്കത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും അതേ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴും തേർഡ് നമ്പറും കിട്ടും. നോക്കാം, അത് ഇൻറ്റുവിൻ്റെ ബേസിസിൽ നോക്കാം. -2 ആണ് വന്നിരിക്കുന്നത്. -2 വരണമെങ്കിൽ 1 × 2 ആണ് 2. അതിൽ മൈനസ് വരണമെങ്കിൽ 1ഓ 2ഓ മൈനസ് ആയിരിക്കണം. ആദ്യം നമുക്ക് 2 മൈനസ് ഇട്ട് നോക്കാം. സോ 1 × -2 = -2. ഇനി രണ്ടും തമ്മിൽ ആഡ് ചെയ്താലോ? 1 + -2, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 വരും, -1 എന്ന് വരും. -1 അല്ല, നമുക്ക് എക്സ് ആണ്, +x ആണുള്ളത്, അതായത് +1 ആണ്. സോ തിരിച്ചിടാം. -1 × 2 -2, -1 + 2, വലുതിന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം ഇടുമ്പോൾ 1 വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. x - 1 × x + 2 എന്ന് കിട്ടും. ഇനി ഇതിന് ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? x = 1 എന്നും കിട്ടും, x = -2 എന്നും കിട്ടും. സോ ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ സെറ്റ് ബിൽഡർ ഫോം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.